ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 5 എപ്പിസോഡ് ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എപ്പിസോഡ് മാത്രമേ കറക്റ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള എപ്പിസോഡുകൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഹോട്ട്സ്റ്റാർ കിട്ടാത്ത ആൾക്കാർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഈ 5 എപ്പിസോഡുകൾ ഓരോ ദിവസമായിട്ട് ഇടുന്നത്. അങ്ങനെ വേദ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ, ശ്രേയനെയും കൂട്ടിയിട്ട്. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ റൂം കിട്ടിയിട്ടുള്ളത് ഷെയറിംഗ് റൂമാണ് കേട്ടോ, ടിൻ ഷെയറിംഗ് റൂം. അതായത് ഒരു റൂമിൽ തന്നെ 2 കൂട്ടരാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്ററെ വിളിച്ചവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മലയാളി സിസ്റ്ററാണ്, അരുണ എന്നാണ് പേര്, അരുണ ജ്യോതിലാൽ. അങ്ങനെ അവരോട് പറയാണ് വേദന റൂമിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് അവർ വേദനയും ശ്രേയനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ മരുന്ന് മേടിക്കാനായിട്ടൊരു ലിസ്റ്റ് ശ്രേയരെ കൊടുക്കുമ്പോൾ ATM കാർഡ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേദ. ഞാൻ കൊടുത്തോളാം എന്ന് ശ്രേയ പറയുമ്പോൾ വേണ്ട, നീ ഇതിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞിട്ട് പിൻ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ അരുണയും വേദയും കൂടിയിട്ട് റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, ഈ റൂമിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് അതെ, ഒരു വലിയ സംഭവമാണ്. ഒരു DCPയുടെ ഭാര്യ രാധിക, DCPയുടെ പേര് തരുൺ എന്നാണ് കേട്ടോ. വലിയ പുള്ളിയാണ്. നമ്മൾ ഭാര്യയുടെ മുമ്പിൽ ഇവിടെ വന്ന് നിന്നിട്ട് കരയുന്ന കണ്ടപ്പോഴേ ഒരു പാവം പോലെ തോന്നി. അതായത് ഹെവി ബ്ലീഡിങ് ആയിട്ടാണ് ഇവിടേക്ക് വന്നതേ. പക്ഷേ ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ട് ആൾ പൊട്ടിക്കറിയായിരുന്നു ഇവിടെ നിന്നിട്ട്. ഇപ്പം ഏകദേശം റിക്കവറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരുണ്ടല്ലോ ഇവിടെ ഭയങ്കര വിറപ്പിക്കുന്ന ആളാണ്. കേടികളെയും അതുപോലെ ഗുണ്ടകളെയും ഒക്കെ അടിച്ചൊതുക്കുന്ന ഒരാളാണ്. പക്ഷെ ഭാര്യയുടെ മുന്നിലിരുന്ന് കരയുന്ന കണ്ടാലേ നമുക്ക് തോന്നൂല കേട്ടോ അങ്ങനെ ഒരാളാണെന്നൊക്കെ വേദനയോട് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ സിസ്റ്ററിൻ്റെ പേര് ചോദിക്കാൻ കേട്ടോ. എൻ്റെ പേര് അരുണ ജ്യോതിലാൽ എന്നാണ്, പക്ഷേ അരുണ ചട്പട്ടർ എന്നാണ് പറയുക. അതായത് ഞാനൊരു വായാടിയാണെന്ന് അർത്ഥം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ വിക്രമിൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അതെ ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ക്ലീശയാണ്, ഇത് ക്ലീശയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാനും അതുപോലെ തന്നെയാണ്. ഇനി പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഞാൻ നിൻ്റെ വയറിൽ മുഖം ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിനോട് സംസാരിക്കും എന്നൊക്കെ പറയാനായിട്ട്. ആണോ അങ്ങനെ? ഞാൻ പ്രഗ്നൻ്റ് ആവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ പ്രകൃതി നിയമമാണ്, അതൊക്കെ നടക്കേണ്ട രീതിയിൽ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 2 പേരും കൂടെ ഉള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അതൊക്കെ ആലോചിച്ച് വേദന ഇങ്ങനെ കരയാണ്. കരയുന്ന സമയത്ത് ശ്രേയ അവിടേക്ക് വരികയാണ്. തുടങ്ങിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന് കരയേണ്ട കാര്യമില്ലാന്ന്. ഇത് കണ്ണീര് എന്ന് പറയണത് സന്തോഷത്തിന് കണ്ണീരാണ്. അതൊക്കെ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ കരഞ്ഞ് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ടെന്ന് പറയും കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യമാണ് ശ്രേയ. നമ്മുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറയും. അത് ശരിക്കും സന്തോഷ കണ്ണീരാണ് എന്ന് പറയും കേട്ടോ. ചില നല്ല നിമിഷങ്ങൾ, ഓർത്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നിമിഷങ്ങൾ, അത് ഓർത്തിട്ടാണ് ഞാൻ കണ്ണ് നിറഞ്ഞതെന്ന് പറയും കേട്ടോ. നീ ചിത്ര സിനിമ കണ്ടിട്ടില്ലേ? ചിത്ര സിനിമ കാണാത്ത മലയാളികളുണ്ടോ? അതിൽ പറയുന്നില്ലേ നായികർ ഓരോ ഭാവവ്യത്യാസങ്ങൾ നെടുമുടിനെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് വന്ന് പറയുന്നത് നീ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് വേദ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതായത് അതിലെ നായിക കഥാപാത്രം വന്നിട്ട് ഊണ് കാലമായിട്ടുണ്ട്, അങ്ങനെ കൂടെ വിളിച്ചോളൂ എന്ന് പറയില്ലേ. പിന്നെ പറയും അതേ ഊണ് കാലമായിട്ടുണ്ട്, പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ. അങ്ങനെ കുറേ വെറൈറ്റി ഭാഗങ്ങൾ വേദ അഭിനയിച്ച് കാണിക്കാനായിട്ട്. എന്നിട്ട് പറയും അതുപോലെയാണ് ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ളത്. ഗുണ്ടയും തെമ്മാടിയും ആയിട്ടുള്ള ആളോട് ആദ്യം ദേഷ്യവും വെറുപ്പും, പിന്നീട് സഹതാപം, പിന്നീട് സ്നേഹം, സൗഹൃദം, പിന്നീട് പ്രണയം, അടങ്ങാത്ത പ്രണയം, അങ്ങനെയൊക്കെ ആയിട്ട് മാറിയൊരു ജീവിതമാണ് എൻ്റെ എന്ന് പറയട്ടോ. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നുന്നുണ്ട്, നിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട്. സാരമില്ല പോട്ടെ എന്ന് പറയട്ടോ. പിന്നെ ഇന്നത്തെ രാത്രി നിൻ്റെ കൂടെ എനിക്ക് നിൽക്കണമെന്നുണ്ട്, പക്ഷേ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അതൊന്നും സാരമില്ല. അതേ ഒരു ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ഓടി എത്തുന്നതാണ് അരുണ ചട്പട്ടർ പറഞ്ഞിട്ടുള്ളത്. ചട്പട്ടറോ? അതെ വായാടിയാണെന്ന് അവർ തന്നെ പറഞ്ഞതാന്ന് പറയട്ടോ. അരുണ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലേ ഒരു സിസ്റ്റർ, അവർ ആണോ? അത്രയ്ക്ക് വായാടിയാണോ? അങ്ങനെ പറയുന്നു, ചെറിയ രീതിയിൽ എനിക്ക് തോന്നി എന്ന് പറയട്ടോ. ആണോ? എന്നാലേ നീ ഇവിടെ ഇരിക്കും, ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറയട്ടോ. അപ്പോൾ അതെ കോളേജിൽ വെച്ച് നമ്മൾ സൗഹൃദം ഉണ്ടായെങ്കിലും കൂടി ഇത്രയും ഒരു അടുപ്പം നമ്മൾ തമ്മിലുണ്ടായത് ഇപ്പോഴാണല്ലേ എന്ന് വേദ പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ നീ വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, നീ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ പോകും കേട്ടോ. പിന്നെ വിക്രമിൻ്റെ ജയിലിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ജയിലിൽ വിക്രമിന് കൂട്ടായിട്ടൊരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്.
വിക്രമാണെന്നുണ്ടെങ്കിൽ അയാളോട് എല്ലാം തുറന്നു പറയാൻ കേട്ടോ, വേദന കല്യാണം കഴിച്ചത് കാര്യങ്ങളും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എല്ലാവരെയും ജയിലിൽ എല്ലാ തെളിവുകളോടും കൂടിയിട്ട് നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ട് നിർത്താമെന്നാണ് ഞാനും വേദനയും വിചാരിച്ചത്. പക്ഷേ എല്ലാ കാര്യങ്ങളും തല തിരിഞ്ഞു പോയി. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ. മുമ്പും ഞാനിങ്ങനെ കിടന്നിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഇറങ്ങരുതേന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എനിക്ക് ഇറങ്ങണം, എനിക്ക് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് എൻ്റെ മനസ്സിൽ എന്ന് പറയട്ടോ. അന്നേരം മറ്റേ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ്, ആഗ്രഹങ്ങൾ വേണം, നമ്മുടെ മനസ്സ് മാത്രമേ തടവിലാക്കപ്പെട്ടിട്ടുള്ളൂ, അല്ല നമ്മുടെ ശരീരം മാത്രമേ തടവിലാക്കപ്പെട്ടിട്ടുള്ളൂ, മനസ്സ് തടവിലാക്കപ്പെട്ടിട്ടില്ല. കാത്തിരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നലൊന്നും ഇല്ലല്ലോ, കാത്തിരിക്കാൻ ആളുണ്ടല്ലോ. കാത്തിരിക്കാൻ ആളില്ലാത്ത ഒരാളുടെ പോലെ ഗതികേട് വേറെ ഒരാൾക്കും ഇല്ലേ ലോകത്തു നിന്നൊക്കെ ആൾ പറയും, മനസ്സിലാക്കുന്നുണ്ടേ. നല്ലത് മാത്രം ചിന്തിക്കുക. ജീവിതത്തിൽ നടന്ന വേദനകളൊക്കെ മറന്നു കളഞ്ഞിട്ട് നടന്ന സന്തോഷങ്ങൾ മാത്രം മനസ്സിൽ ആലോചിച്ചിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു ഉന്മേഷമൊക്കെ കിട്ടും. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഈ തരുൺ DCPയുടെ അമ്മ അവരുടെ ആ ഒരു ബെഡിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ വേദന ഇടയിൽ കൂടെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെ വേദന കാണുമ്പോൾ വേദന അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് വേദന പരിചയപ്പെടാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മരുമോളാണ് അപ്പുറത്ത് കിടക്കുന്നത്, രാധിക, ബ്ലീഡിങ് ആയിട്ട് വന്നതാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, രാധികയ്ക്കും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് ഭയങ്കര പേടിയാണ്, എൻ്റെ മോൻ പോലീസിലാണ്, അപ്പോൾ അവർ തമ്മിൽ പുറത്ത് പോയപ്പോൾ അവനെയായിട്ട് ആരൊക്കെയോ വഴക്ക് കൂടുന്നതായിട്ടുള്ളതൊക്കെ ഭാഗങ്ങളൊക്കെ കണ്ടു. അതുകൊണ്ടാണ് അത് ഈ പെൺകുട്ടിക്ക് ഭയങ്കര പേടിയാണ്. കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോഴേ ഒരു പല്ല് വാല് മുറിച്ചിട്ട് കണ്ടിട്ട് അലറി വിളിച്ച് കരഞ്ഞ ആളാണ്, അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ എൻ്റെ മോൻ അങ്ങനെ അല്ല കേട്ടോ എന്നൊക്കെ പറയാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, അവൾക്കത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, അതുകൊണ്ടാണ് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ തമ്മിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതേ സമയം ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ ഒന്ന് രണ്ട് പേരെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ഡൽഹി ചെന്നിട്ട് വേദന കണ്ടുപിടിക്കാൻ ഹോസ്പിറ്റലിൽ ചെന്ന് വേണം നോക്കാനായിട്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്തായാലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കാനാണ് സാധ്യത എന്ന് അവർ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഡോക്ടർ വരികയാണ് കേട്ടോ റൂമിലേക്ക്. അപ്പോൾ ഡോക്ടർ റൂമിലേക്ക് വന്നിട്ട് വേദനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം വേദനയോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു സമയത്തും വേദന കൂടെ ആളില്ലാത്തത് വലിയ കഷ്ടം തന്നെയാണ്, ഞാൻ ചോദിക്കണമെന്ന് പലപ്പോഴായിട്ട് വിചാരിച്ചിട്ടുണ്ട്. എപ്പോഴും ഫ്രണ്ടിൻ്റെ കൂടെയാണല്ലോ വരുന്നത്, ഹസ്ബൻഡും വീട്ടുകാരൊക്കെയെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേദയ്ക്ക് എന്ത് പറയണം എന്നുള്ള ഇത് വരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അരുണ പറയാണ് കേട്ടോ, അത് ഡോക്ടർക്ക് മനസ്സിലായില്ലേ, ഇവരുടെ പ്രണയവിവാഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ നാട് വിട്ടു പോകുന്നതായിരിക്കും. ഇവിടെ എത്തിയപ്പോൾ ഭർത്താവിന് വിദേശത്ത് ജോലി കിട്ടിയിട്ടുണ്ടാവും, അപ്പോൾ പിന്നെ ഒറ്റയ്ക്കാവൂലേ, അതുകൊണ്ടായിരിക്കും ഫ്രണ്ടിൻ്റെ കൂടെ വരുന്നത് അല്ലേ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ നരുണ ചോദിക്കൂ കേട്ടോ. അപ്പോൾ വേദൊരു ആശ്വാസത്തിൽ അതെ അങ്ങനെ തന്നെയെന്ന് പറയട്ടോ. എന്നാലും ഈ ഒരു സമയത്ത് ആരെങ്കിലും കൂടെ വേണ്ടതായിരുന്നു, സാറില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. ഡോക്ടറും സിസ്റ്ററൊക്കെ പോവും. പിന്നെ കാണിക്കുന്ന ശങ്കരനാരായണനാണ് കേട്ടോ. വേദനയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് വേദനയോടുകൂടി തന്നെ ഇങ്ങനെ കോടതിയിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ദർശനും ശ്രീകാന്തും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, എനിക്ക് ഈ സ്വത്തുക്കളും കാര്യങ്ങളോടൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ, പക്ഷെ അവൾ എന്നെ പണ്ട് അവഗണിച്ചിട്ടുള്ളൂ, എപ്പോഴും അവഗണിച്ചിട്ടുള്ളൂ, പക്ഷേ അതൊക്കെ ഞാൻ വിട്ട് കളഞ്ഞൊരു സുഹൃത്തായിട്ട് അവളെ കൂടെ നിന്നു, പക്ഷേ എൻ്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടു നിന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കൂല എന്ന് പറയാൻ കേട്ടോ. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കുറച്ച് ആൾക്കാരെ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്, അങ്ങനെ ഇപ്പം ഞാൻ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ കണ്ണി കണ്ടവൻ്റെ കൊച്ചൊന്നും അനുഭവിക്കേണ്ട, എന്നിട്ട് വേണം എനിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ പറയാം. അങ്ങനെ ആ സമയത്ത് ശങ്കരനാരായണനെ കാണാൻ കേട്ടോ. അപ്പോൾ ദർശൻ പറയുന്നത്, കണ്ടില്ലേ മരുമകന് വേണ്ടിയിട്ട് ജഡ്ജി കുപ്പായ ഊരി വെച്ച് വക്കീൽ കുപ്പായ ഇട്ട് നടക്കുന്ന ഒരാൾ എന്ന് പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, അതേ ഭേദം മാത്രമല്ല കേട്ടോ നിങ്ങളുടെ മകള്, ഞാനും നിങ്ങളുടെ മകനാണ് എന്ന് പറയും. ആ ശുദ്ധി നിനക്കില്ലാതെ പോയല്ലോ, ശുദ്ധി കൂടിയതുകൊണ്ടായിരിക്കും നിങ്ങൾ അളിയനെ കൊന്ന മരുമകനെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നതല്ലേ, അവൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇനി അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ അതിനൊരു കാരണം ഉണ്ടാവും എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ കാണിക്കുന്നത്
രാധികനെ റൂമിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ തരുണും ഉണ്ട്, അമ്മയുണ്ട്. അപ്പോൾ രാധികനെ കൊണ്ടുവന്ന് ഇങ്ങനെ കെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കർട്ടൻ്റെ ഗ്യാപ്പിൽ കൂടെ വേദ ഇങ്ങനെ നോക്കണ കാണുമ്പോൾ DCP വേദനെ കാണാൻ കേട്ടോ. അപ്പോൾ അവർ ആ കർട്ടൻ അങ്ങോട്ട് ഇങ്ങനെ മാറ്റിയിടാണ് കേട്ടോ അയാൾ, വേദ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേഗം തന്നെ അവിടെ കെടുക്കുകയും ചെയ്യും. പക്ഷേ അവരുടെ സംസാരങ്ങളും ഒക്കെ വേദയ്ക്ക് കേൾക്കാൻ പറ്റട്ടോ ഒരു റൂമായതുകൊണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. ശ്രീകാന്ത് ഒരാളെ, ഒരു ജയിൽ പുള്ളിനെ ഏൽപ്പിക്കുകയാണ് വിക്രമിനെ ജയിലിൽ വെച്ചിട്ട് ഇല്ലാതാക്കാനായിട്ട്. അപ്പോൾ പതുക്കനെ ഓരോ കൊട്ടി ലാസ്റ്റ് നമുക്ക് അവനെ അവിടെ വെച്ച് തീർക്കാമെന്ന് അയാൾ ശ്രീകാന്തിന് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാധികയുടെ മദറിലോ, അതായത് തരുണിൻ്റെ അമ്മ വന്നിട്ട് ആപ്പിളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വേദയ്ക്ക് കൊടുക്കുക. വേദ പറയുക അയ്യോ ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറയട്ടോ, ഇതൊക്കെ ഇപ്പോൾ കഴിക്കേണ്ട സമയമാണ്, ഇതും ധാരാളം വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരോരോ കഥകളൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ തരുണിൻ്റെ അച്ഛനും ഞാനും ആസാമിലായിരുന്ന സമയത്ത് ഞാൻ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് എന്നെ അവിടെ ആക്കിയിട്ട് പോയതാണ്. പിന്നീട് ആൾ വന്നിട്ടില്ല, അതുകൊണ്ട് മോളെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം വേദ കമലാമ്മനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ അയക്കണം കേട്ടോ കമലാമ്മ. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ഇങ്ങനെ എന്നെ കൊണ്ടുവന്ന് കെടുത്തുന്നതിന് പകരം എന്നെ എൻ്റെ മോനെ ഒന്ന് കൊണ്ട് കാണിച്ചാൽ മതി. അപ്പോൾ കുറച്ച് ദിവസം മുമ്പല്ലേ പോയത്, ഞാൻ പോയി കണ്ടതല്ലേ, എന്നാലും ഞാൻ കണ്ടില്ലല്ലോ, എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനാരായണനെ വിളിച്ച് പറയാൻ പറയുമ്പോൾ ശങ്കരനാരായണനെ വിളിച്ച് ജയിലിൽ പോയിട്ട് വിക്രമിനെ കാണാനുള്ള അനുമതിയൊക്കെ വാങ്ങിച്ചിട്ട് അവർ പോയി കാണുന്നുണ്ടേ. കണ്ട വഴിക്ക് കമലാമ്മ പൊട്ടിക്കറിയണം, അമ്മേ ഇങ്ങനെ കരയില്ല അമ്മേ, കരഞ്ഞ മുഖത്തോട് കൂടിയിട്ട് വന്ന് നിൽക്കല്ലേ അമ്മേ എന്നൊക്കെ പറയണം. മോനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ, വേദന കാണാത്തതാണ് എന്നെ ഏറെ വിഷമിപ്പിക്കുന്നതെന്ന് പറയട്ടോ. അമ്മ അവൾ അപാര ധൈര്യമുള്ളൊരു പെൺകുട്ടിയാണ്, എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടായിരിക്കും അവൾ മറിഞ്ഞ് നിൽക്കുന്നത്, ശ്രീകാന്തിൻ്റെ കൺമുന്നിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ മറിഞ്ഞ് നിൽക്കുന്നത്. ഞാൻ പുറത്ത് വരുന്ന ആ നിമിഷം തന്നെ അവൾ എൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ടാവും അമ്മ വിശ്വസിക്കുക എന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോനെ ഞാൻ അച്ഛനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ മാഷ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷ് പറയും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയില്ലേ എന്ന് പറയട്ടോ. ആ ചിതാഭസ്മത്തിൻ്റെ കാര്യമൊക്കെയാണ് കമലാമ്മ പറയുന്നത്. അടുത്ത തവണ വരുമ്പോൾ നല്ല സന്തോഷമായിട്ട് നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കമലാമ്മന് പറഞ്ഞയക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. രാധിക കുറച്ച് വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ അമ്മ ഉണ്ടാവില്ല. അപ്പോൾ വേദ പതുക്കനെ എഴുന്നേറ്റ് വന്നിട്ട് രാധികയ്ക്ക് വെള്ളമൊക്കെ എടുത്തു കൊടുത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുന്നുണ്ട്. ഈ സമയത്ത് രാധികയുടെ അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ താഴെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകളൊക്കെ വന്നിട്ട് വേദന ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇവരെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിലെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. അന്നേരം അവരാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അരുണ സിസ്റ്ററെ വിളിച്ചിട്ട് അതേ സെക്യൂരിറ്റിനെ വിളിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വേദന താഴത്തേക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും വേദനയോട് കണ്ണുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ് കേട്ടോ അവരറിയാതെ. അങ്ങനെ വേഗം തന്നെ മുകളിലേക്ക് പോകാണ് കേട്ടോ. അപ്പോഴേക്കും അരുണ സിസ്റ്റർ വന്നിട്ട് സെക്യൂരിറ്റിനൊക്കെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവർ ഓടിപ്പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് അരുണ സിസ്റ്ററും അതുപോലെ തന്നെ രാധികര മദർലോയും ഒക്കെ വന്നിട്ട് വേദനയോട് ചോദിക്കുകയാണ്. വേദന ഫോട്ടോ കാണിച്ച് തന്നിട്ട് ഈ ഒരു സമയത്ത് അവർ വന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും, അതെന്താണെന്ന് തുറന്ന് പറയാനായിട്ട് പറയുന്ന സമയത്ത് വേദ തൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും അവരോട് പറയാണ് കേട്ടോ. സ്വന്തം ആങ്ങളെ തന്നെയാണോ ഈ ചെയ്തതെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം തരുണിൻ്റെ അമ്മ പറയുന്നുണ്ട് നമുക്ക് ഈ കാര്യം എന്തായാലും തരുണിനോട് പറയാം, തരുൺ അവരെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിക്കോളും എന്ന് പറയണ്ട. അയ്യോ വേണ്ട, പോലീസും കേസൊന്നും വേണ്ട എന്ന് പറയും കേട്ടോ. അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോളെ എന്ന് പറയുമ്പോൾ വേണ്ട അമ്മേ അതൊന്നും വേണ്ട, പോലീസും കേസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണേ. അന്നേരം തരുണിൻ്റെ അമ്മ പറയുന്നുണ്ട് എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ റെക്കോർഡിൽ നിന്ന് മോളെ പേര് മാറ്റണം, എന്നിട്ട് വേറെ പേരാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അന്വേഷിക്കാൻ വരും. ചിലപ്പോൾ ഇനി സ്ത്രീകളെ വിട്ടിട്ടായിരിക്കും അവർ അന്വേഷിക്കാനായിട്ട് ആളെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ പിന്നെ മോള് ആകെ പ്രശ്നത്തിലാവും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പേര് മാറ്റാനായിട്ട് അരുണ സിസ്റ്ററോട് ഇങ്ങനെ പറയാണ് കേട്ടോ തരുണിൻ്റെ അമ്മ. അത്രയാണ് 2ാമത്തെ എപ്പിസോഡിലുള്ളത്. നാളെ 3ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്